ഈ വിധിവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് അള്ളാഹു ഈ വിധിവിശ്വാസത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്നതിലാണ്. അതിനുള്ള ഉത്തരം വിശുദ്ധ ഖുർആനിലെ 57-ാമത്തെ അധ്യായത്തിൽ കാണാം. സൂറത്ത് ഹദീദ് 23-ാമത്തെ ആയത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: ഭൂമിയിലാകട്ടെ നമ്മളെ സ്വന്തത്തിൽ തന്നെയാകട്ടെ ഒരു കാര്യം പോലും അള്ളാഹുവിൻ്റെ അറിവിലോ അല്ലെങ്കിൽ തീരുമാനത്തിലോ ഇല്ലാതെ ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിന് ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച അള്ളാഹു അതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന. നമുക്കെന്തെങ്കിലും ഒരു ആപത്ത് ബാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നമ്മൾ അങ്ങനെ അങ്ങോട്ട് സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കേണ്ടതല്ല. നിങ്ങളതിനെ പോസിറ്റീവായി എടുത്തുകൊണ്ട് അത് അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. ആത്യന്തികമായിട്ട് അള്ളാഹു ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹു എനിക്കെന്തിനീ ആപത്ത് തന്ന് എന്നും പറഞ്ഞ് ഞാനവിടെ നിൽക്കേണ്ടവനല്ല, ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പ്രതീക്ഷയോടുകൂടി പോകേണ്ടവനാണ് എന്നൊരു ബോധ്യവും ഒരു സന്തോഷവും നമുക്ക് നൽകുന്നതാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെൻ്റെ കഴിവും ശക്തിയും കൊണ്ട് ഞാൻ ആർജിച്ചെടുത്തതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു അഹങ്കാരം നമ്മളിൽ വന്നു പോകാതിരിക്കാനും ഈ വിശ്വാസം നമ്മളെ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ദുഃഖവും സങ്കടവും അത്യാർത്തിയും അഹങ്കാരവും ഒന്നും ഇല്ലാത്ത ഒരു നല്ല ഒരു മനുഷ്യനായിട്ട് മാറിത്തീരാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസം നമ്മളെ സഹായിക്കുന്നു. ആ രീതിയിൽ നമ്മളെ ഏറ്റവും സന്തോഷമുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വിധിവിശ്വാസത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്നാൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിധിവിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആ ജീവിതത്തെ പോസിറ്റീവായിട്ട് മാറ്റുന്നതിന് പകരം ആ വിശ്വാസത്തെ എടുത്ത് അള്ളാഹുവിൻ്റെ അറിവിനെയും കഴിവിനെയും അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഏതുപോലെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുലാസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ സാധിക്കില്ലല്ലോ. അതുപോലെയാണത്. തുലാസിൽ നമുക്കൊരു പദാർത്ഥത്തിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആ പദാർത്ഥത്തിന് എത്രത്തോളം ചൂടുണ്ട് എന്നറിയണമെങ്കിൽ തെർമോമീറ്റർ തന്നെ ആവശ്യമാണ്. അതെന്താ അളക്കാനെന്താ തുലാസ് പോരെ, തുലാസ് എന്താ അളക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഡിത്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ തുലാസ് എന്തിനുള്ളതാണ്? ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുള്ള റിസൾട്ട് കിട്ടും എന്നതുപോലെ വിധിവിശ്വാസം അള്ളാഹു നമുക്ക് എന്തിനു പഠിപ്പിച്ച് തന്ന് എന്നതിന് വേണ്ടി നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനെ അള്ളാഹുവിൻ്റെ അറിവിനെ അളക്കാൻ വേണ്ടി തിരിച്ചുപയോഗിച്ച് കഴിഞ്ഞാൽ അത് വിഡിത്തായി മാറും എന്നുള്ളതാണ് സത്യം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. 2+2+2 അത് 6 അതിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ 2+4 6 ഉത്തരം. അതായത് അധ്യാപകൻ കുട്ടികളെ അഡീഷൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ അധ്യാപകൻ ഈ കുട്ടികളെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അധ്യാപകൻ പറയാണ്, ഈ 2+2+2 6 നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ ഇതല്ലാതെ തന്നെ 6 ഉത്തരം കിട്ടാൻ എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് ആ കുട്ടികളോട് അധ്യാപകൻ മൾട്ടിപ്ലിക്കേഷൻ്റെ ഭാഗം പഠിപ്പിച്ചില്ല. 2 മൾട്ടിപ്പിൾഡ് ബൈ 3 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 കിട്ടും എന്നുള്ളത് അധ്യാപകൻ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അധ്യാപകന് അറിവുണ്ടെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ഭാഗം പഠിപ്പിക്കാത്ത ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ ആലോചിക്കുകയാണ്, 2+2+2 6 കിട്ടും, 2+4 6 കിട്ടും, ഇനി 1+5 6 കിട്ടും. ഇതെല്ലാം ഇവർ ആലോചിച്ചിട്ട് പറയുക, അതെങ്ങനെ അധ്യാപകന് പറ്റില്ല, ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് അവർ നിഗമനത്തിൽ എത്തിച്ചേരാൻ. എന്തുകൊണ്ടാണ്? അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അധ്യാപകന് ഇതിനേക്കാളും അറിവുണ്ട്. ആ അധ്യാപകൻ്റെ അടുത്ത് ഇനി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന വേറൊരു രീതിയുണ്ട് ഈ 6 കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പഠിപ്പിച്ചിട്ടില്ല. അതാണ് ഇതിനുള്ള ഉത്തരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അറിവ് അത് വളരെ കുറഞ്ഞൊരു ഭാഗം മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ. ആ അള്ളാഹുവിൻ്റെ അറിവ് എന്നുള്ളതൊരു വേറെ ലോകമാണ്. നമുക്കറിയാത്ത അത്രയും ആ ഒരു കഴിവിനുടമയായ അള്ളാഹുവിൻ്റെ അറിവിനെ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അറിവിനെ അടക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം വിഡിത്താണ്. അതുകൊണ്ട് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ഉണർത്തുകയാണ്. ഈ ലോകത്തുള്ള സർവ്വ കാര്യങ്ങളെപ്പറ്റിയും ഇങ്ങനെ കൂടുതലായി പഠിച്ചറിഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ താൻ ഈ ലോകത്തെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് കീഴടക്കിയിരിക്കുന്നു എന്ന് വീമ്പളക്കുന്ന ആ മനുഷ്യൻ, അവനോട് നമ്മൾ ചോദിക്കുകയാണ്, നിൻ്റെ ബുദ്ധി എവിടെയാണ്? നിൻ്റെ ബുദ്ധി എന്ന് പറയുന്ന സാധനം എന്താണ്?
എന്ന ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ കഴിവിനെയും അറിവിനെയും പറ്റി ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ഒരു കാര്യം മാത്രമേ അതിൽ പറയാനുള്ളൂ. ഹേ മനുഷ്യ, നിനക്ക് വളരെ കുറഞ്ഞ അറിവ് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതായത് അധ്യാപകൻ്റെ കഥയിൽ പറഞ്ഞതുപോലെ നിനക്ക് എഡിഷൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. നിൻ്റെ അധ്യാപകന് മൾട്ടിപ്ലിക്കേഷനും അതുപോലെയുള്ള മറ്ററിവുകളുമുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാവണം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അള്ളാഹു അവൻ്റെ വിധിവിശ്വാസത്തെ പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിനെ നമ്മുടെ വിശ്വാസത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈമാനുള്ള മനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.